ഹലോ കൂട്ടുകാരെ, പണ്ടേ ഞങ്ങളുടെ അമ്മ ഈ നെയ്യമ്മത്തി കിട്ടുമ്പോൾ നല്ലതുപോലെ കപ്പയുടെ കൂടെ ഒരു കുഴ പോലൊരു സാധനം ഉണ്ടാക്കി തരും കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് ആ സാധനത്തിന്. അപ്പോൾ അത് നിങ്ങളുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ എങ്ങനെ തയ്യാറാക്കേണ്ടതെന്ന് കണ്ടാലോ? അപ്പോൾ തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ആദ്യമേ തന്നെ കപ്പ എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഒരു വലിയൊരു കപ്പയാണ് എടുത്തിരിക്കുന്നത്. ഒരു കിലോ അളവ് കപ്പയുണ്ട് കേട്ടോ. അത് നല്ലതുപോലെ അതിൻ്റെ നടുക്കത്തുള്ള ആ ഒരു നാരൊക്കെ കളഞ്ഞതിന് ശേഷം നല്ലപോലെ കൊത്തി എരിഞ്ഞെടുത്തതിന് ശേഷം കഴുകി എടുത്തിട്ട് നമുക്കിത് വേവിക്കാൻ വേണ്ടി വയ്ക്കാം. അതിനായിട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ വെള്ളം ഒഴിച്ച് വേവിക്കാൻ വേണ്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഈ കപ്പ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. ഓരോ കപ്പയും ഓരോ വേവായിരിക്കും. അപ്പോൾ ഇത് പെട്ടെന്ന് വേവുന്നൊരു കപ്പയാണ് കേട്ടോ. അപ്പോൾ ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട് പെട്ടെന്ന്. ഒരു തിള വന്നപ്പോൾ തന്നെ നല്ലൊരു വെന്ത് ഊറ്റിയെടുത്തിട്ടുണ്ട്, വെള്ളം ഊറ്റി കളഞ്ഞിട്ടുണ്ട്. അതിനുശേഷം മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഉണ്ടാക്കാനായിട്ടുള്ളത് തുടങ്ങാം. അതിനായിട്ട് 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് ഒരു 5-6 ചെറിയ ഉള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 2 ടീസ്പൂൺ മുളക് പൊടിയും, ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു ടീസ്പൂൺ നമ്മുടെ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് നല്ല മഷി പോലെ അരച്ചെടുത്തിട്ട് വരണം കേട്ടോ. അപ്പോൾ അത് നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത് നമുക്കിനി ഒരു ചട്ടിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമ്മൾ സാധാരണ മീൻ കറിയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു പ്രോസസ്സിംഗ് ആണ് കേട്ടോ ഇത്. അപ്പോൾ ചട്ടിയിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഇച്ചിരി വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാവേ. ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കണ്ട, നമ്മളിപ്പോൾ കുഴ പോലെ എടുക്കേണ്ടതാണ്. അതുകൊണ്ട് കുറച്ചൊരു 1/2 കപ്പ് വെള്ളമേ ചേർത്ത് കൊടുത്തിട്ടുള്ളേ. പിന്നെ പച്ചമുളക്, എരിവിന് വേണ്ടി പച്ചമുളക് ചേർത്ത് കൊടുക്കുക. നമ്മൾ കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. അപ്പം കുറച്ച് എരിവിന് വേണ്ടി 2-3 പച്ചമുളക് ഒന്ന് വട്ടത്തിൽ മുറിച്ചിട്ടിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് വാളംപുളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. സാധാരണ നമ്മളൊക്കെ കുടംപുളി ഇട്ടാണ് തയ്യാറാക്കുന്നതെങ്കിൽ ഇതിനകത്ത് വാളംപുളി ഇട്ട് വേണം തയ്യാറാക്കാൻ കേട്ടോ. വാളംപുളി ചേർക്കുന്നവരാണെങ്കിൽ അങ്ങനെ ചേർത്താലും മതിയേ. അപ്പോൾ നല്ലപോലെ തിള വരുന്നുണ്ട്. നമ്മൾ അടുപ്പത്ത് വെച്ച് തിളപ്പിച്ചിട്ടുണ്ട്. തിള വരുന്ന സമയത്ത് നല്ല ചെറിയ നെയ്യമ്മത്തിയാണ് കേട്ടോ ഇതിനെടുക്കുന്നത്. സാധാരണ നെയ്യമ്മത്തിയാണ് ഇതിനെടുക്കുന്നത്. നെയ്യമ്മത്തി നല്ല ഹെൽത്തി ആണെന്നറിയാമല്ലോ അല്ലേ. അപ്പോൾ ആ ഒരു കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാൻ നല്ല ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ് കേട്ടോ ഇത്. അപ്പോൾ ഞങ്ങളുടെ അമ്മയൊക്കെ കുഞ്ഞിലിത് ഈ നെയ്യമ്മത്തി കിട്ടുന്ന സമയത്ത് ഉണ്ടാക്കി തരുന്നൊരു ഫുഡാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മത്തി വെന്ത് വരുന്ന ആ ഒരു സമയത്തെ നമ്മൾ ആ മീനൊക്കെ എടുത്തതിന് ശേഷം അതിൻ്റെ മുള്ളൊക്കെ മാറ്റിയിട്ട് അതിൻ്റെ ദശ മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. മുള്ളോട് കൂടി തന്നെ ചേർത്ത് കൊടുക്കാം. പക്ഷേ നമുക്കതിനകത്ത് മുള്ളിങ്ങനെ കടിക്കുന്നത് കൊണ്ട് കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും അത് കഴിക്കാൻ വേണ്ടി. അപ്പോൾ അതുകൊണ്ട് അതിനകത്തുള്ള മുള്ള് നീക്കം ചെയ്തതിന് ശേഷം ആ അരപ്പിലോട്ട് തിരിച്ച് അതുപോലെ തന്നെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ വേവിച്ച കപ്പയും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ. അത്രയേ ഉള്ളൂ. നമ്മുടെ നെയ്യമ്മത്തിയും കപ്പയും കൂടിയുള്ള കുഴ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചിലരൊക്കെ വേറൊരു രീതിയിലാണ് തയ്യാറാക്കുന്നത്. ഇത് ഞാൻ എൻ്റെ അമ്മ തയ്യാറാക്കുന്ന ഒരു സ്റ്റൈലിലാണ് കേട്ടോ പറഞ്ഞു തന്നത്. അപ്പം മിക്കവരും കഴിച്ചിട്ടുണ്ടായിരിക്കുമല്ലേ ഇത്. അത്രയേ ഉള്ളൂ കേട്ടോ. ലാസ്റ്റ് ഒന്ന് തിള വരുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി വാങ്ങിയെടുക്കാം. അത്രയേ ഉള്ളൂ. നമ്മുടെ നെയ്യമ്മത്തിയും കപ്പ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇപ്പം നെയ്യമ്മത്തിയുടെ സീസണാണ്. ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ 1/2 കിലോ മീനാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. 1 കിലോ കപ്പയും 1/2 കിലോ മീനും. മീൻ കൂടുതലായിട്ട് ഇടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ കൂടുതലായിട്ട് തന്നെ ഇടാം കേട്ടോ. അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.